ഇപ്പോൾ ഭരിക്കുന്ന LDF കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പിന്തുണ എന്തായിരുന്നു എന്ന് അറിയാൻ ഓരോ വർഷവും വരുന്ന കേന്ദ്ര ബഡ്ജറ്റുകളും പ്രളയകാലത്തും കോവിഡ് സമയത്തും കേന്ദ്രം കാണിച്ച അനീതിയും വയനാട് ദുരന്തബാധിതർക്ക് ₹1 പോലും അനുവദിക്കാത്ത കാര്യം മാത്രം പരിശോധിച്ചാൽ മതി. നെല്ല് സംഭരണം, വിദ്യാഭ്യാസം, ജലജീവൻ മിഷൻ, ആരോഗ്യദൗത്യം, ക്ഷേമ പെൻഷൻ, UGC ആനുകൂല്യങ്ങൾ, പോഷൻ അഭിയാൻ, ഫിഷറീസ് വികസനം, ഭക്ഷ്യസുരക്ഷ എന്നിവയിലെല്ലാം കൂടി ചേർത്ത് ആകെ മോദി ഗവൺമെന്റ് കേരളത്തിന് തരാനുള്ള കൊടിശ്ശിക എത്രയെന്ന് വെച്ചാൽ 5781 കോടി രൂപയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് യവന്മാർ കേരളയിൽ വന്നിട്ട് പറയുന്നത് കേട്ടോ. ഇനി യവന്മാരുടെ നാട്ടിലെ വികസനം നോക്കാം. നമുക്ക് പൂണ് വിക്സിറ്റ് നോക്കാം. ഇത് ഈ അടുത്ത കാലത്ത് മധ്യപ്രദേശിലെ ഒരു സ്കൂളിൽ നടന്ന സംഭവമാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളെല്ലാം കയറി അതിലാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. കുട്ടികൾക്ക് തറയിലും മണ്ണിലും വെച്ചാണ് ഭക്ഷണം നൽകുന്നത്. അതും ചെളിയൊക്കെ പിടിച്ച് വൃത്തിഹീനമായി കിടക്കുന്ന പരിസരത്തിൽ വെച്ച്. ഇവിടെ അധ്യാപകരില്ല നോക്കാൻ, ഹെഡ് മാസ്റ്റർ ഇല്ല, ഉത്തരവാദിത്തം അവരെടുക്കാൻ ആരുമില്ല. ഇതിനാരെങ്കിലും ഉത്തരവാദിത്തം വഹിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇന്ത്യയിൽ ഡെയിലി എത്ര കുട്ടികളാണ് കാണാവുന്നത്? ഇന്ത്യയിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടോ ഈ കുട്ടികൾ കാണാതെ പോകുന്നതിന്? ഇത് കഴിഞ്ഞ 23 വർഷമായിട്ട് BJP ഭരിക്കുന്ന മധ്യപ്രദേശാണ്. ഇതാണ് വികസനം. ഈ വികസനം നമുക്ക് വേണ്ട. മുഴുവൻ ചെളിയും അഴുക്കും നിറഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത്. ഇത് ഒരു ദിവസത്തെ കാഴ്ചയല്ല, ഇതൊരു ഒറ്റപ്പെട്ട കാഴ്ചയുമല്ല ഈ നോർത്ത് ഇന്ത്യൻ സ്കൂളുകളിലും സ്ഥലങ്ങളിലും ഒക്കെ കാണുന്നത്. ഇത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തം വന്ന് ചോദിക്കണുണ്ട് ഇത് എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന്. ഇനി BJP 2005 മുതൽ ഭരിക്കുന്ന ബീഹാറിന്റെ അവസ്ഥ നോക്കാം. मीनाक्षी कितना दिक्कत होता है जो भवन नहीं है तुम पेड़ के नीचे पढ़ती? बहुत दिक्कत होता है. ആ കുട്ടികൾ പഠിക്കുന്ന സാഹചര്യം നോക്ക്. തറയിൽ വെയിലത്തിരുന്നാണ് പഠിക്കുന്നത്. क्या कहना चाहोगी सरकार से? बिल्डिंग बना दे. ഈ കുട്ടി വളരെ നിസ്സഹായതയോടെയും നിഷ്കളങ്കമായും അവിടുത്തെ സർക്കാരിനോട് പറയുകയാണ് സ്കൂൾ ബിൽഡിംഗ് ഉണ്ടാക്കുമെന്ന്. മഴ പെയ്താലും വെയിൽ വന്നു കഴിഞ്ഞാലും പഠിക്കാൻ പറ്റുന്നില്ല എന്നാണ്. കുട്ടികൾ വെയിലത്തിരുന്നാണ് പഠിക്കുന്നത്. വെയിലും മഴയും വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും തണലിന് വേണ്ടി. ബിൽഡിംഗ് ബനാ ദേ, സ്കൂൾ ബനാ ദേ. മഴ വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററോളം ദൂരമുള്ള വീട്ടിൽ പോയിട്ട് തിരിച്ചു വരണം പഠിക്കാൻ വേണ്ടിയിട്ട്. कितना तकलीफ का बात है. हमारी बिहार की बेटी എന്താണല്ലേ അവിടുത്തെ അവസ്ഥ. ഇനി യോഗി ആദിത്യനാഥിൻ്റെ ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള ഉത്തർപ്രദേശ് നോക്കാം. അവിടുത്തെ സ്കൂളിൽ ഒരമ്മച്ചി പബ്ലിക്കായിട്ട് പാലിൽ വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാവം കുട്ടികൾക്ക്. എന്ത് വൃത്തിയും ശുചിത്വവും ഇല്ലാത്ത സ്ഥലത്താണ് ആ പാലും ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ വെച്ചേക്കുന്നത് നോക്കിയാണ്. ഇനി അവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് ഈ സ്കൂളിലോട്ട് പോകുന്നതെന്ന് നോക്കാം. ഇനി ആ കുട്ടികളുടെ ആ കൈ വല്ലതും വിട്ട്, ആ പിഞ്ച് കൈ വല്ലതും വിട്ടുപോയി കഴിഞ്ഞാൽ ആ തല പൊട്ടി ആ കൊച്ചുങ്ങൾ മരിക്കേണ്ടി വരും. ആ അവസ്ഥയിലാണ് ഇവർ സഞ്ചരിച്ച് പോകാനുള്ളത് സ്കൂളിലോട്ട്. കുട്ടികളുടെ സേഫ്റ്റിക്കൊക്കെ എന്ത് വിലയാണ് അവർ കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. ഇത് ഏതെങ്കിലും ഒരു സ്കൂളിലെ ഒറ്റപ്പെട്ട അവസ്ഥയല്ല. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഇതേ അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും മാധ്യമപ്രവർത്തകർക്ക് ക്യാമറയുമായി പോകാൻ പോലും സാധിക്കാത്ത സാഹചര്യമുണ്ട്. ചെയ്യുന്നത് നല്ലതാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിൽ എന്താണ് പ്രശ്നം? അവസാന ബഡ്ജറ്റിൽ 1.39 ലക്ഷം കോടി, മൊത്തം 11 ലക്ഷം കോടി രൂപയാണ് BJP സർക്കാർ അവസാനത്തെ 11 വർഷത്തിൽ ഈ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ചിലവാക്കിയിരിക്കുന്നത്. എഡ്യൂക്കേഷന് വേണ്ടി മാത്രം. കേന്ദ്രത്തിൻ്റെ പിന്തുണ ഇല്ലാതെ കേരള സർക്കാർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൈവരിച്ച നേട്ടം നമ്മൾ ആൾറെഡി കണ്ടതാണ്. Kerala sir, 100% literacy sir.